കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലുള്ള കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാൻ ഇനിയും 20 ലക്ഷം രൂപ വേണം. തോട്ടടയിലെ വിപിൻ ദാസിന്റെയും പിണറായി വെണ്ടൂട്ടായിയിലെ സൗമ്യയുടെയും ഇരട്ടക്കുട്ടികളിൽ ഒരാളായ 1 വയസ്സുകാരനാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. തോട്ടടയിലെ വിപിൻ ദാസിന്റെയും പിണറായി വെണ്ടൂട്ടായിയിലെ സൗമ്യയുടെയും ഇരട്ടക്കുട്ടികളിൽ ഒരാളാണ് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ എറണാകുളം അമൃത ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നത്. കരൾ മാറ്റിവെക്കുക എന്നതല്ലാതെ മറ്റ് മാർഗമില്ലെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് 50 ലക്ഷം രൂപയോളമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കുടുംബത്തിന് ഈ തുക സമാഹരിക്കാൻ മാർഗമില്ല. ഇതേ തുടർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി ജനകീയ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. 1.5 മാസം കൊണ്ട് 30 ലക്ഷം രൂപയോളം സമാഹരിച്ചു. ഇനിയും 20 ലക്ഷം രൂപ ആവശ്യമാണ്. ചികിത്സയ്ക്ക് ഇനിയും 20 ലക്ഷം രൂപയോളം ആവശ്യമാണ്. 50 ലക്ഷം രൂപയോളം മൊത്തത്തിൽ ഈ ചികിത്സയ്ക്ക് വേണ്ടി വരുമെന്നാണ് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഈ വരുന്ന ആഴ്ച കുട്ടിയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർമാർ സന്നദ്ധരായിട്ടുണ്ട്. കുട്ടി ഇപ്പോൾ നിലവിൽ വെന്റിലേറ്ററാണുള്ളത്. 2 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ദിവസവും കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ ഫിക്സ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നാൾ നല്ല രീതിയിൽ സഹകരിച്ചുള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ടേക്ക് 20 ലക്ഷം രൂപയോളം സമാഹരിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിന്റെ നിസ്സഹായ അവസ്ഥ മാധ്യമങ്ങളിലൂടെയും മറ്റും അറിഞ്ഞ് വിദേശങ്ങളിൽ നിന്നുൾപ്പെടെ സഹായവുമായി നിരവധി പേർ എത്തി. സമീപ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളെയും സഹായത്തിനായി സമീപിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഷേർലി, സി ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന, ജില്ലാ പഞ്ചായത്ത് അംഗം കെ അനുശ്രീ എന്നിവർ രക്ഷാധികാരികളായാണ് കമ്മിറ്റി രൂപീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.